നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു. ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ 2025 മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള 7 ദിവസങ്ങളാകുന്നു. ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ, അതായത് 1200 ഇടവമാസം 10-ാം തീയതി ശനിയാഴ്ച മുതൽ 17-ാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു? 11-ാം ഭാവത്തിലേക്ക് വന്നു. ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു. രാഹു 11-ാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു. ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ, ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം 17-ാം തീയതി 31-ാം തീയതിയിൽ. അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്ന് കർക്കിടകം രാശിയിൽ ചൊവ്വയുണ്ട്, 2-ാം ഭാവത്തിൽ കേതുവുണ്ട്, അഷ്ടമത്തിൽ രാഹുവാണ്, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശുക്രൻ, ശനിയുണ്ട്, 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട്, 12-ാം ഭാവത്തിൽ വ്യാഴം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹമാണ് വ്യാഴം 12-ൽ നിൽക്കുന്നത്. അതിനാൽ നിർബന്ധമായും ഇതാ നമ്മുടെ ധർമ്മദൈവ വിഷയങ്ങളെയൊക്കെ പൂജിക്കേണ്ടുന്ന അവസരം ധാരാളം വരും. ധർമ്മദൈവ സംഗീതത്തിൽ വിളക്ക്, മാല, പായസം, വിളക്കിലേക്ക് എണ്ണ, തിരി ഇതൊക്കെ സമർപ്പിച്ച് ധർമ്മദൈവങ്ങളെ അനുഗ്രഹം വാങ്ങണം. നിർബന്ധമായും കർക്കിടക രാശിക്കാർ ഒരു വർഷക്കാലം അത് ചെയ്യണം. കാരണം അവരുടെ ഭാഗ്യാധിപനായ ഗ്രഹം വ്യാഴം 12-ലാണ് നിൽക്കുന്നത്. അതിനാൽ 12-ൽ വ്യാഴം വരുമ്പോൾ അത് മോക്ഷത്തിന് ഉതകുന്ന ഗ്രഹമാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൽ 9, 10 ഭാവങ്ങൾ ചിന്തിക്കുമ്പോൾ 9-ാം ഭാവം ധർമ്മവും, 10-ാം ഭാവം ധനവും, 11-ാം ഭാവം ആഗ്രഹിച്ചത് നേടുന്നതും, 12-ാം ഭാവം മോക്ഷവുമാകുന്നു. പലപ്പോഴും പ്രായമുള്ള വ്യക്തികൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ മോക്ഷത്തിന് ഉതകുന്ന ഒരവസ്ഥ സംജാതമാകും കർക്കിടകം രാശിക്കാർക്ക്. ഈ 12 രാശിക്കാരിലും കർക്കിടകൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട്, ദൈവജ്ഞ എന്ന്. ദൈവം ജാനാതി ഇതി ദൈവജ്ഞ. ദൈവത്തെ, ഭാഗ്യത്തെ അറിയുന്നവരാണ് കർക്കിടകൻ രാശി. അതിനാൽ തൻ്റെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ വിഷുക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ ഒരു വർഷക്കാലം ചെയ്യണം കർക്കിടകൻ രാശിക്കാർ. 12-ലെ വ്യാഴമാണ്. അല്ലെങ്കിൽ പലപ്പോഴും നന്മയിൽ നിന്നും മാറി തിന്മയിലേക്ക്, മൂർഖത്വത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ വരും. ആ ഒരവസ്ഥ ഉണ്ടാകരുത്. സ്നേഹത്തോടുകൂടി എല്ലാം പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് കർക്കിടകൻ രാശിക്കാർ. പ്രത്യേകിച്ച് കർക്കിടകൻ രാശിക്കാരെ മക്കളെയൊക്കെ തന്നെ സ്നേഹത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം രക്ഷിതാക്കൾ. ഇവിടെ ഭൂമി സംബന്ധമായ ചില നല്ല കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. 4-ാം ഭാവാധിപനായ ഗ്രഹം ഉച്ചസ്ഥനായി 9-ാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രനോടുകൂടി. ഒരു ഇടക്കാലത്ത് മങ്ങിയ നിലയിൽ നിന്നും പെട്ടെന്നുള്ള ചില ആകസ്മികമായ നല്ല മാറ്റങ്ങളാകാം 9-ൽ ചന്ദ്രൻ വരുമ്പോൾ. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ്, ചില സുഹൃത്തുക്കളിലൂടെ നല്ല ഗുണങ്ങൾ വരും. വിദേശത്തുള്ള സുഹൃത്ത് തന്നെ ക്ഷണിക്കാം. ഇങ്ങനെ ധാരാളം സൗഭാഗ്യങ്ങൾ സുഹൃത്തുക്കളിലൂടെ ലഭിക്കും. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാം. 9-ൽ ശനിയും 9-ൽ ശുക്രനുമാണ്. അതിനാൽ മെറ്റീരിയലിസ്റ്റ് ആകാം, സ്പിരിച്വലിസ്റ്റ് ആകാം. ആത്മീയമായ സുഖവും ഭൗതികമായ സുഖവും ഒരേ രീതിയിൽ കൊണ്ടുപോകുവാൻ കർക്കിടകം രാശിക്കാർക്ക് കഴിയും. പല വിവാഹങ്ങളിൽ കൂടുവാനുള്ള അവസരം വരും. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. പല പുതിയ അംഗീകാരങ്ങളും തന്നെ തേടി വരാം. എഴുത്തുകാർക്ക്, രചനാപരമായി ചിന്തിക്കുന്നവർക്ക്, ഡാൻസേഴ്സിന്, ചിത്രകാരന്മാർക്ക്, കലയുമായി ബന്ധപ്പെടുന്ന മേഖലയുള്ളവർക്കൊക്കെ തന്നെ വലിയൊരു അംഗീകാരം ലഭിക്കും. ഈ കർക്കിടക രാശിയിൽ ഈ ഒരു വാരക്കാലം 11-ൽ സൂര്യനാണ്. രവസംഭവേസം ച ലാഭോപയാതെ
നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ രാജാവിൻ്റെ മുദ്ര, അംഗീകാരം, കിരീടം, ചിഹ്നം ലഭിക്കും. പ്രതാപാനകളെ ശത്രവ സമ്പദന്തി, തൻ്റെ പ്രതാപത്തിൽ ശത്രുക്കൾ അഗ്നിയിൽ വെന്തു നശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 11 സൂര്യൻ വരുമ്പോൾ. അതിനാൽ ധർമ്മദൈവങ്ങളെ മുറുക്കി പിടിക്കുക, എന്നിട്ട് ഉത്സാഹിക്കുക. അപ്പോൾ തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ശത്രുക്കൾ നശിക്കാൻ തുടങ്ങും. ശ്രീയോനേകത, പല രീതിയിലുള്ള അനുഭവങ്ങളും നല്ല സമ്പത്തുകളും വരും. സന്താന സംബന്ധമായ ശ്രേയസ് ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് ജൂൺ ആദ്യവാരം വരെ അരിഷ്ടതകൾ വരും. 11 സൂര്യൻ നിൽക്കുമ്പോഴും 5ാം ഭാവാധിപനായ ചൊവ്വ നീചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുമ്പോഴും ആദ്യവാരം ശ്രദ്ധിക്കുക. 11 ബുധനും സൂര്യനോടുകൂടി നിപുണയോഗം പ്രദാനം ചെയ്ത് നിൽക്കുന്നു. പല കാര്യങ്ങളിലും തനിക്ക് നല്ല ചില പോസിറ്റീവായ അനുഭവങ്ങൾ വരും. തൻ്റെ ഓറ, ചൈതന്യം, ശാരീരികമായ എന്താണ് പറയുക, ഓറ, തൻ്റെ ആ പ്രഭാ വലയം, ആ പ്രഭാ കിരണങ്ങളെ പുറത്തേക്ക് വിട്ട് മുന്നോട്ട് നയിക്കാം കർക്കിടകം രാശിക്കാർക്ക്. നിങ്ങൾക്ക് കർക്കിടക രാശി എന്നാൽ അറിയാം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി. ഇവിടെ പരിഹാരമായി വിഷു ക്ഷേത്ര ദർശനം മാത്രം, വിഷുവിൻ്റെ മന്ത്രങ്ങൾ മാത്രം ചൊല്ലുക. വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും സംഭാവ്യമാകട്ടെ. നിർബന്ധമായും രാഹുകേതുക്കൾക്ക് വഴിപാടുകൾ ചെയ്യണം. ആയില്യ പൂജ അല്ലെങ്കിൽ സർപ്പബലി നാഗക്ഷേത്രത്തിൽ ചെയ്യണം. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും തനിക്ക് കള്ളൻ എന്ന പേര് വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ കാളസർപ്പ യോഗമുണ്ട്. അതിനാൽ കാളസർപ്പ യോഗം ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. വിവാദങ്ങളിൽ ചെന്ന് പെടാൻ പാടില്ല. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.